നമ്പറാടാ ആശാനെ. ഇനി ആശാനെ കൂടെ നിർത്തിക്കൊണ്ടെങ്കിൽ സുഖല്ലേ എനിക്ക് സുഖമല്ലേ ആശാനെ? സുഖാന്ന് എനിക്ക് സുഖാണാ? എനിക്ക് സുഖം. അവനെന്ത് സൂപ്പർ ആശാനെ ഇപ്പൊ പഴയതുപോലല്ലോ, നമുക്ക് ഇഷ്ടംപോലെ പെൺപിള്ളേരൊക്കെ ഉണ്ട്, ഫുൾ ചിക്സിന്റെ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ പറ്റത്തില്ല. പണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണ്ടേ, കാട്ടുപോയി അതിനാന്ന് ബാക്കിൽ തന്നെ ഓടി വന്ന എന്റെ വേറൊരു വണ്ടിക്കാരന് വെച്ചിട്ട് ആശാന്റെ സൗണ്ടിന് ഒരു ഗാംഭീര്യമൊക്കെ വന്നല്ലോ. സമാധാനായി ബ്രോ കണ്ണു കണ്ടൂടെ, എന്റെ മസ്താങ്ങിലാണ് കൊണ്ടിടിച്ചത്. അല്ല വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്റെ കൈമില് തോക്ക് വന്ന്. ഹലോ ഹലോ കഞ്ചാവാണോ? ആ അപ്പൊ കെട്ടിറങ്ങിട്ട് വാ ബ്രോ. അങ്ങനെയല്ല ചോദിച്ചേ, കഞ്ചാവ് കുഞ്ചു ചിഞ്ചു കുഞ്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല. അറിയില്ല നമുക്കറിയില്ല മിസ്റ്റർ തൂമ്പക്കണ്ണൻ കം കം ഐ വിൽ നമ്മളത്തരത്തിലുള്ള ആളല്ല, നമ്മളത്തരത്തിലുള്ള ആൾക്കാരല്ല ബ്രോ. നമ്മളെ ബ്യൂറേജസ് വെക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്കെ കിട്ടോ ഞാൻ പറയട്ടെ ജോക്കി, ഞാൻ കേട്ടെ, ഇവിടെ നിന്നാ ഇങ്ങനെ ആൾക്കാർ വന്ന് പൊതിഞ്ഞോണ്ടിരിക്കും. നമുക്ക് എങ്ങോട്ടേലും വാ, നമുക്ക് എങ്ങോട്ടേലും വാ. അതെ, ജെൻസി പിള്ളേരടക്കം പിടിച്ചിരിക്കാൻ വേണ്ടിട്ടുള്ള അടവ്. ഒന്നും പറഞ്ഞ ഒരു പ്രായത്തിന്റെ കാര്യം പറയാം ആശാനെ. ഞാനല്ല ഈ ബാഗി പാന്റ്, ഇത് സുമതിയമ്മയുടെ പാവാടയാ. ഞാൻ അത് കൂടെ വെട്ടി തയ്ച്ചൊരു പോക്കറ്റൊക്കെ ഇട്ട്. പട്ടീന്റെ വാലിന് വരെ ബാഗി പാൻറ്റാ. ഞാനിനി മാറ്റുന്നത്, ഞാനിത് ഇട്ടില്ല പുല്ല്. നിങ്ങള് ബാഗ് ഇട്ടേക്കണല്ലേ? ഇതൊക്കെ ഇനി ചെയ്യാനുള്ളൂ, മനസ്സിലായ? ഈ ജെൻസി പിള്ളേരൊക്കെ പിടിച്ചിരിക്കട്ടെ. ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ ഈ ബാഗിനൊരു പ്രശ്നം, അടി കൂട്ടി വെച്ച ബാഗാണ് ഇത്. ഇതിന്റെ ബ്രാൻഡ് നോക്കിയാണ്ട് ബാക്കിൽ കാണാൻ പറ്റും. അച്ഛനെ ചന്തി എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ചന്തയല്ല, ബാഗിടാ ബാഗ്. ബാഗോ? ഓ സഞ്ചി എന്നാണോ പറഞ്ഞത്? ഞാൻ ചന്തി എന്നാ കേട്ടത്. സഞ്ചി ആശാൻ എങ്ങനെ ലുക്കായി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഞാൻ പണ്ടേ ലുക്ക് തന്നെയല്ലേ. പിന്നെ ഉള്ള കാര്യം ഞാൻ പറയാം, ഈ സഞ്ചി കൊട്ടാന്നൊന്നും ഇവിടെ പറയരുത് കേട്ടോ, എനിക്ക് ദേഷ്യം വരുവേ. അല്ല സഞ്ചിക്ക് പിന്നെ സഞ്ചി എന്നല്ലേ പറയണ്ടേ? ഒരാളെ തോളത്ത്, രണ്ടുപേരും തോളത്ത് കഴിഞ്ഞ് വണ്ടിക്കത്തില്ലേ? വാ. നമ്മുടെ അങ്ങനെ കൂടെ കേൾക്കണമല്ലോ. ഏതപ്പാപ്പൻ? ഓ ജോഡിപ്പാപ്പനെ കേട്ടോ. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി ഫോർ സീറ്റർ എടുത്തിട്ട് വരാം. പെട്രോൾ തരാം. ഇല്ലില്ല, തോളത്ത് കയറ്റാൻ പറ്റൂല. ഇവിടെ ഗരാജ് ഇല്ല അടുത്തൊന്നും. മുതുക്കി പോണോ? ആ ഇതോ ഗരാജ് ഇല്ലേ പറഞ്ഞ പോലെ? ഇവിടെ ഉണ്ടല്ലോ തൊട്ടടുത്ത്. ഞാൻ മാർക്ക് ചെയ്ത ഇവിടെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ വണ്ടി എടുക്കുന്നത്. സ്പീഡിലുണ്ട്. നിങ്ങൾ ഇത് എവിടെ നിൽക്കുന്നത്? നമ്മൾ തന്നെ വണ്ടി പിന്നെ ഡ്രസ് കൊടുക്കാം. ഒരു വണ്ടി എടുക്കേണ്ടി വരുവാടാ. ലക്ഷു എന്റെ വണ്ടി പുറത്താണോ? അല്ല, ഇവിടെ ഗരാജ് ഉണ്ട് ബാക്കില്. അല്ല അതാ എന്റെ വണ്ടി പുറത്താ. നിന്റെ വണ്ടി പുറത്താണോ? ലിഫ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? തൊട്ട് ബാക്കില് ഗരാജ് ഉണ്ടോന്ന്. അല്ല അതായത് വണ്ടി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഗാരേജിൽ നിന്ന് ഔട്ട് കാണിക്കും, എടുക്കാൻ പറ്റൂല. ട്രാൻസ്ഫർ കൊടുത്താ പോരെ? ഇല്ല വരൂല. എനിക്ക് ഞാൻ വേറെ വണ്ടി എടുത്തോണ്ട് തരാം. വെയിറ്റ്. അവന് ഹർലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഹോൾസ്റ്റാർട്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എടുത്തെടുത്ത് പീഡി വണ്ടി എടുക്ക്. പിന്നെ ഇപ്പൊ എടുക്കാം. പി എൽ ആണോ? പി എൽ സിറ്റി ഇപ്പൊ കത്തിപ്പോ. 2 ദിവസം സിറ്റിയില് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്തോളാം മോനെ. ഹെഡ്ലൈറ്റിലൊരു ഈഗിൾ ഉണ്ടല്ലേ? പൈസ പോയി.
ജോഡിയപ്പാപ്പ കേറാ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കുറച്ചു നേരം ഉണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയാം. എന്നെ വാസു കേൾക്കാവോ? എന്നെ ഇന്നലെ രാത്രി ഈ പണിയില്ലാത്ത ഭരത് സാറ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ചെല്ലണോന്ന് പറഞ്ഞു. പണിയില്ലാത്ത ഭരത് സാറാ? അങ്ങേർക്ക് അവിടെ എന്തോ പണി? അങ്ങനെ ചുമ്മാ കളഞ്ഞിട്ട് മറ്റേ റേഡിയോ ഓൺ ആക്കി ഷൂട്ട് ഓവർ എവരി വൺ റേസ് അപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അതല്ലേ ജോക്കി അവരുടെ പണി? അല്ല, അങ്ങനെ ചുമ്മാ ഒരു പണിയില്ലെങ്കിലും റേഡിയോ ഒക്കെ പറഞ്ഞോണ്ടിരിക്കും നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിട്ട്. ജോക്കി അത് പുള്ളി ഇവിടുത്തെ ഒരു റെസ്പോൺസിബിൾ ഓഫീസറാണ്, മനസ്സിലായ? അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ജോക്കി സ്റ്റേഷനിൽ വരെ വരണം. ജോക്കിയുടെ ശബ്ദം വീണ്ടും കുറഞ്ഞു കേട്ടാ. അപ്പൊ സ്റ്റേഷനിൽ വരെ വരണം. വീണ്ടും കുറവാ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. അങ്ങനെ നല്ലോണം കേൾക്കാല. നീ ചെവി അടുത്തോട്ട് വെക്ക്, പ്രായമായതിന്റെയാണ്. അപ്പൊ ഒരുപാട് കൗണ്ടർ വേണ്ടേ? കമ്പാക്ക് അടിക്കുമ്പോ കൗണ്ടർ കൂടുതലാണ് കുറച്ച്. അപ്പം നമ്മള് സ്റ്റേഷന്റെ അകത്ത് നമ്മള് പോയി വിളിച്ചിട്ട് നമ്മള് പോയി. അവിടെ നിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു പെണ്ണിന്റെ ആരോ കയറി പിടിച്ചെന്ന്. ആരോ കയറി പിടിച്ചെന്നാ? പെണ്ണിന് ഓർമ്മയുള്ളത് പിടിച്ചവന് പിങ്ക് മുടിയാണ്. പിടിച്ചവന് പിങ്ക് മുടിയാണ്. ഉടനെ ആ പണിയില്ലാത്ത അങ്ങനെ വിചാരിച്ച് ഞാൻ ആ പെണ്ണെ കയറി പിടിച്ചേന്ന്. പച്ചമുടിയുള്ള ഒരാളിവിടെ ഉണ്ടേ. ഇതാരാ പിടിച്ചെന്നറിയാവോ? ആളിവിടത്തുണ്ടേ. ഇത് പിടിച്ചാരാന്നറിയാവോ? നമ്മുടെ ഗ്യാങ്ങിലെ ലോലിന് പച്ചമുടിയാ? അല്ല, പിങ്ക് മുടി. പിങ്ക് മുടി. ലോല, നീ ഈ ഗ്യാങ് എന്ത് കിണ്ടിയാണ് നോക്കി നടത്തുന്നത്? ഇതിനകത്തുള്ളവന്മാരെല്ലാം പെണ്ണുങ്ങളുടെ പുറയാ. നീ മാത്രം ഉണ്ടാ, നിനക്ക് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ റെസ്പോൺസിബിലിറ്റി. പിടിക്കാനാ? അല്ല, നിങ്ങൾ വലിയ കൗണ്ടർ അടിക്കുന്നുണ്ട് തിരിച്ചു വന്നിട്ട്. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലൂ. അത് പെണ്ണിനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറഞ്ഞോട്ട് ചോദിച്ചതാ ഞാൻ. നിങ്ങൾ കൂടുതൽ നമുക്ക് ബീച്ച് സൈഡിൽ പോയത്. ജോഡിയപ്പാപ്പന്റെ വീടിന്റെ അവിടുത്തെ അതേ കടലാണ് ഇവിടെ ഉള്ളത്. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ വാസു, ഇത് നമുക്ക് ഇങ്ങനത്തെ ഫ്രണ്ട് നടക്കും. സൗണ്ട് കേൾക്കുന്നില്ല. കടൽ വെള്ളം പറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എങ്ങനെ സൗണ്ട് കേൾക്കും? ലോകത്തുള്ള എല്ലാ സൗണ്ട് എടുത്താലും ഇങ്ങനെ സംസാരിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ആശാനെ, ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള 50 ഏക്കർ കടലും എന്റെ തന്നെയാ. മനസ്സിലായി? കരടച്ച രസീതുണ്ട്. നമ്മള് നമ്മുടെ കുടുംബ മഹിമ പറയണത് പോലും ഈ സ്ഥലവും 50 ഏക്കർ കടലും അതാണ് നമ്മുടെ ആസ്തി പോലും. മനസ്സിലായ? ഫ്രണ്ടിലോട്ട് ആ വീടിനകത്ത് ഷെൽഫിനകത്ത് വെച്ചിരിക്കും. അതായത് കരടച്ച രസീത് ആരെങ്കിലും പോക്കറ്റിൽ വെച്ചു കൊടുക്കുവോ? ഈ അസൂയാലുക്കൾ ഈ വയസ്സന്മാരൊക്കെ വന്നാണ് എന്റെ അടുത്തേക്ക് ഇതൊക്കെ ചോദിക്കുള്ളൂ. അല്ലാത്തവരൊന്നും ഇതൊന്നും ചോദിക്കാറില്ല. അവര് നോർമലി വന്ന് ഗ്യാങ് ഹൗസ് കണ്ട് സന്തോഷത്തോടെ പോകും. അസൂയാലുക്കളെ കാര്യം ഇങ്ങനെയൊക്കെ ചോദിക്കണം. കേക്കാം. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനകത്ത് ഒന്നുമില്ല. എന്താ പറയാണ്, ജോക്കി രാപ്പകലില്ലാതെ ഇതിനകത്ത് കയറി അബ്നോർമൽ എന്തോ ആയി. അബ്നോർമലൊന്നും അല്ല. ഗ്യാങ്ങിൽ ഏതോ ഒരുത്തൻ കയറി പെണ്ണിനെ പിടിച്ചതിനെ എന്നെ പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? നീ എന്ത് ഗ്യാങ് നടത്തുന്നത് സത്യം പറഞ്ഞ? പിങ്ക് മുടിയുള്ള ആള് കയറി പിടിച്ചു ജോക്കിയുടെ മുഖത്ത് നോക്കി പറയാ. എടേ ഒരാൾ മുടി വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലേ? ജോക്കി പീടി കത്തിക്കണോ? ഒരു വാക്ക് പറഞ്ഞ ഇപ്പൊ പീടി കത്തിക്കും. നീ കണക്ക് പെണ്ണുങ്ങളെയൊക്കെ കയറി പിടിച്ചിട്ട് ജോക്കിയെ കൊണ്ടുപോയത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നത്? നീ ആരോ കയറി പിടിച്ചിട്ട് ജോക്കിയെ മുടിയുടെ പേരിൽ കൊണ്ടുപോയത് പിങ്ക് മുടിയാണെന്ന് പറഞ്ഞ് ജോക്കിയെ കൊണ്ട് നീ ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ട് വന്നേ. ഇവിടെ ബീച്ച് സൈഡ് വന്നേ. ഓ ഇവിടെ ഇപ്പൊ വരും. ഉണ്ടല്ലോ ഇന്ന് 90s RP കേട്ടോ. പിന്നെ ജോക്കി കടൽക്കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഇതിലും നല്ലൊരു സ്ഥലം എവിടെ ജോക്കി? ലോല വരും. പിന്നെ നമ്മൾ വിളിച്ചാൽ വരായിരിക്കുമോ? പിച്ചും പേയും പറയലായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ജോണിയപ്പാപ്പന്റെ അടുത്ത് പറഞ്ഞു വരും കേട്ടോ. അമ്മുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വിളമ്പിക്കരുതേ ആച്ചാനെ. ഈ മാറിയിരുന്ന് മറ്റേ കുശുമ്പോ കുന്നായ്മയും പറയണത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്.
അത് ഞാൻ ഇയാളെ പറഞ്ഞത് ജോണി മാമനില്ലേ ഇയാൾ ആട്ടുന്തോരിട്ട ചെന്നായി ആ ചെക്കനെ പെടുത്തിയത് ഇയാളാണ് ജോണി മാമൻ. പൊന്നെ കയറു എന്താണ് ഇഷ്ടപ്പെടുന്നില്ല, ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെക്കനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ? 80-ൽ ജനിച്ച ജോക്ക് ചെയ്യണോ? കേൾക്കില്ല, അവിടെ കേൾക്കൂല കേട്ടോ എന്റെ സൗണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എണ്ണിട്ട് വന്നതേ. നല്ല രീതിയിൽ കേൾക്കാം. കേട്ടോ. അതിന്റെ പേരെന്താ? വാസു. എന്റെ പേര് പരിന്തു വാസു. അത് മറന്നുപോയി. മറക്കും എന്താന്നറിയാമോ, എനിക്ക്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എണ്ണീപ്പിച്ച് നിങ്ങൾ മുന്നേ നിന്നാലും ഗർവാസി സാക്ഷ എന്ന് പറഞ്ഞ് ചാടി കെട്ടിപ്പിടിക്കും. അതാണ് വാസുവിന്റെ കമ്മിറ്റ്മെന്റ്. അതെല്ലാം അത്രേ ഉള്ളൂ വാസു, അതെല്ലാം അത്രേ. തീരെ ഇഷ്ടല്ലാട്ടാ. ഞാൻ ഒരു മിനിറ്റ്, ആശൻ ജെസ്സി കൂടെ വന്നേ. ആശനെ അല്ല ജോസി അവിടെ പോരെ, താഴെ പോവും. ജസ്റ്റ് മിസ് എന്റെ സൗണ്ട് പുറത്തു. എടാ വാസുവേ, ഞാനൊരു കാര്യം പറയട്ടെ. ജോണി മാമനെ വിശ്വസിക്കരുതടാ. അയാളുണ്ടല്ല നടന്ന് കെടുത്തറക്കും. അയാളില്ല, അയാൾ ആദ്യം ദുരിട്ട ചെയ്യാൻ തന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ജോക്കിനെ വേഗം പറഞ്ഞു തീർക്കട്ടെ, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് നിനക്ക് പറയാൻ പറ്റില്ല. ഈ ജോക്കിനെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലാക്കിയതല്ല അയാൾ തന്നെയാണടാ. ഞാനിപ്പോ ആശാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയട്ടെ. ആ പറ. ഇതാണ് ഞാൻ ഇത്ര നേരം കേട്ടത്, സത്യം പറഞ്ഞ. അതാ ഞാൻ പറയാം, ഈ ജോണി മാമനെ വിശ്വസിക്കരുത്. ജോണി മാമനെ വിശ്വസിക്കരുത്. അയാൾ ആട്ടും തോന്നിട്ട് ചെന്നായിന്ന്. അയാളെ പറ്റിക്കും. ആ ജോണിനെ അല്ല ജോക്കിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇയാളാണ്. ഇയാൾ ഒറ്റൊരുത്തനാണ്. ആണല്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ അങ്ങോട്ട് ചെല്ലു. ജോണി ഇവരെന്ന് പറഞ്ഞ ഇപ്പം ഈ സിറ്റിയില് ഈ എല്ലാ ന്യൂസുകളും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇവര് സിറ്റിയിൽ ഒരു ന്യൂസ് റീഡേഴ്സ് ആണ് ഇപ്പൊ സിറ്റിയിലെ. അവരെ പ്രായതല്ലേ രണ്ടാളെയും. ഗർവാസി എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് എനിക്ക് 28 കറക്റ്റ്. എടാ നീ ഇല്ലേ ആ കൺമണിയെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 30 വയസ്സുണ്ട് അറിയാമോ? താര കൺമണി എലി അതിന്റെ ഇടക്ക് വന്നു പോയ 2-3 വേറെ നാണുണ്ടാടാ. എന്നിട്ട് 28 പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്റെ ശരിക്കുള്ള പ്രായം ഇതൊക്കെ 24-ാമത്തെ വയസ്സിൽ നടന്ന കാര്യങ്ങളാണ്. ഗർവാസി സാക്ഷ മറ്റേ ചാക്ക് കീറിയിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കുന്നുണ്ടാണ്. ആ കൊടലെല്ലാം ഉന്തിട്ടതാ ഉള്ളോട്ട് എനിക്ക്. എല്ലാം കണ്ടില്ലേ സ്ലിം ഫിറ്റ് ഇപ്പോഴും. ആ വയറ്റത്ത് കിട്ടിയിരിക്കുന്ന 1/2 കിലോ ചാക്ക് ഇറക്കി വെക്കുവോ? അത് ഇറക്കാൻ പറ്റില്ല, അതാണ് ഈ കുപ്പായത്തിന്റെ കൂടെ വരുന്നത്. അത് കൊടവയർ കാണാൻ കാരണം സാമാനം കാണാൻ പറ്റുന്നില്ല, എന്നിട്ട് ഫിറ്റ്നസ് ആണോ ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ ഉള്ളിലേക്ക് വലിക്കും. കാണാൻ തോന്നുമ്പോ ഉള്ളിൽ. ഇപ്പോഴത്തെ പിള്ളേരെപ്പരെല്ലാം പിടിച്ചു നിക്കണ്ടേ നമുക്ക്. നമ്മുടെ കൂട്ടത്തില് പക്ഷെ ഈ ഒരു സെയിം ഇഷ്യൂ ചന്ദ്രബോസിന് ഫേസ് ചെയ്യേണ്ടി വന്നോണ്ട് അവൻ ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ ആക്കി 6 പാക്ക് ആക്കി. എന്നിട്ടും സാധനം കാണുന്നില്ല. എവിടെയാ കാണും? ഓനുണ്ടെങ്കിലല്ലേ കാണുന്നു. അതാണ് പ്രശ്നം. അതാണ് എനക്കങ്ങനല്ലട്ടാ. നീ അങ്ങനെ പറയില്ലേ? ഇതൊന്ന് സംസാരിച്ച് സോൾവ് വെക്കാം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ആണല്ല, അതൊരു പെണ്ണ, അതെന്റെ ചേച്ചിയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലുള്ള ഒരാളാണ്. ഞാനത് പറയാ നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. എന്താ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ കത്തിപ്പോയി മാറിക്കാനാ കത്തിയാളടുത്തത് പെട്ടെന്ന് പറഞ്ഞില്ലേ കൂടുതൽ കത്തും. എടാ ഇത് വന്നടാ, ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കട്ടെ. നീ എന്ത് പരിപാടിയല്ലോ നീ കാണിച്ചത്? ജോക്കി നിന്റെ മുടിയുടെ കളർ അതാന്ന് പറഞ്ഞ് ജോക്കിക്ക് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ കേൾക്കുന്നുണ്ടല്ലോ.